വ്യക്തിപരിചയം നേരത്തെ പരിചയപ്പെടുത്തില്ലേ? അത് കേട്ടായിരുന്നല്ലേ? ആ സാധനം കൈ പിടിക്കണമെന്നില്ല, താഴെട്ടുള്ളൂ. അപ്പം ഇപ്പൊ ഓക്കെയാണ്, കേൾക്കാം. നമസ്കാരം. ഇന്ന് വളരെ ഭവ്യമായ ഒരു ദിവസത്തിൽ നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. ഇത്രയും വിദൂരതയിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അത് നമ്മളുടെ ആഷാഢ പൗർണമി എന്ന നിലയിൽ ഭാരതത്തിൽ അനാദികാലങ്ങളായി ആഘോഷിച്ചു വരുന്ന ഗുരുപൂർണിമ. ഗുരുപൂർണിമ എന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിനെപ്പറ്റി പറയുന്നത് വ്യാസന്റെ ജന്മദിനം എന്നാണ്. അതിന് രണ്ട് പക്ഷമുണ്ട്. വ്യാസന്റെ ജന്മദിനമല്ലെന്നും വ്യാസൻ നിർദ്ദേശിച്ച ഗുരുപൂജ ചെയ്യുന്നതിനുള്ള ദിവസമാണെന്നും ഒരു പക്ഷമുണ്ട്. എന്തായാലും വ്യാസനുമായി ബന്ധപ്പെട്ടതാണ് ഈ ദിവസം എന്നതാണ് അതിന്റെ പ്രത്യേകത. വ്യാസനായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുപരമ്പരയിലെ 28ാമത്തെ വ്യാസനെയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സദാശിവ സമാരംഭം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ് സദാശിവനാണ് അല്ലെങ്കിൽ ശിവനാണ് നമ്മളുടെ ആദി ഗുരു. ശിവനിൽ നിന്ന് പിന്നീട് അത് ശങ്കരാചാര്യരിലേക്കും അതേപോലെ തന്നെ ആചാര്യ പര്യന്തം ഇന്ന് ജീവിക്കുന്ന മഹാ അമൃതാനന്ദമയി ദേവിയായാലും അതേപോലെ തന്നെ ശ്രീ രവിശങ്കറായാലും അങ്ങനെയുള്ള രമണ മഹർഷിയായാലും നാരായണ ഗുരുദേവനായാലും ശ്രീ ചട്ടമ്പി സ്വാമികളായിരുന്നാലും ഇവരിലേക്കെല്ലാം നമ്മളുടെ ഈ ഗുരു പരമ്പര നീണ്ടു വരികയാണ്. ആ ഗുരു പാരമ്പര്യത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മയും അതേപോലെ തന്നെ അതിനുള്ള ഒരു ഗുരുക്കന്മാരെ പൂജിക്കുന്നതിന് വ്യാസൻ നിർദ്ദേശിച്ച ദിവസമാണ് ആഷാഢമാസത്തിലെ പൗർണമി. അപ്പം വ്യാസൻ ഓരോരുത്തരും അവരവരുടെ ഗുരുക്കന്മാരെ ഈ ദിവസമാണ് പൂജിക്കേണ്ടത് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ആഷാഢ പൗർണമിയിലാണ് അത് ഭാരതത്തിലെ എല്ലാ ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ ആചരിച്ചു വരുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ, അമ്മ, ഗുരു, ദൈവം ഈ ഘടകങ്ങളാണ് നമ്മളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകങ്ങളായി നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ഇതിലെല്ലാം തന്നെ ഏറ്റവും ഉന്നതമായ പദവിയാണ് നമ്മൾ ഗുരുവിന് കൊടുക്കുന്നത്. അതിന് കാരണം ഗുരുവാണ് നമ്മളുടെ അകക്കണ്ണിനെ തുറപ്പിക്കുന്നത്. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മളുടെ അകത്തെ കണ്ണിനെ തുറപ്പിക്കുകയും പിന്നീട് നമ്മളെ ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നത് നമ്മളുടെ ഗുരുവാണ്. അമ്മ, അച്ഛൻ എന്ന നമ്മളുടെ സങ്കല്പങ്ങൾ നമ്മളെ പരിപോഷിപ്പിക്കുകയും നമ്മളെ പരിലാളിക്കുകയും നമ്മളെ ഓമനിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ വളർത്തുന്നുണ്ടെങ്കിലും ഗുരു ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വ്യക്തിത്വത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു പാറ അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു വലിയ മരത്തടി, അതിൽ നമ്മൾ ശില്പങ്ങൾ കൊത്താറുണ്ട്. ആ ശില്പം വളരെ മനോഹരമായി കൊത്താനും ആ ശില്പത്തെ മനോഹരമായി അലങ്കരിക്കാനും ഒക്കെ നമ്മളുടെ ശില്പികൾക്ക് കഴിയും. പക്ഷെ അത് നമ്മൾ ഷോക്കേഴ്സിൽ വെക്കും, നമ്മളുടെ ഓഫീസ് റൂമിൽ വെക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഇപ്പൊ ഗുരുവായൂരിലോ അതേപോലെ തന്നെ നമ്മളുടെ ക്ഷേത്രങ്ങളിലോ ഒന്നുമുള്ള ശില്പങ്ങളെ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നില്ല. അതിന് കാരണം അതിൽ നമ്മൾ ഈ പ്രാണ-ഊർജത്തെ സന്നിവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രാണനെ അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് നമ്മൾ തന്ത്രിയാണ്, ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. തന്ത്രി ആ ശില്പത്തിലേക്ക്
പ്രാണനെ ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആദരണീയമായ ഒരു സംഭവമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളാവുന്ന ഈ ഒരു ശില്പം നമ്മളുടെ മാതാപിതാക്കള് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നു, നമ്മളെ അലങ്കരിക്കുന്നു, നമ്മളെ പരിലാളിക്കുന്നു ഒക്കെ ചെയ്യുന്നെങ്കിലും ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഉപദേശവും അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവുമാണ് നമ്മളുടെ യഥാർത്ഥമായ വ്യക്തിത്വത്തെ വളർത്തുകയും നമ്മൾ സമൂഹത്തിൽ കൂടുതൽ ആദരണീയരായും അതേപോലെ തന്നെ മാതൃകകളായും ഒക്കെ വളരുന്നത്. അപ്പൊ അത് നമ്മളെ ഗുരുക്കന്മാരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഈ ഗുരു? ഗുരു എന്ന് പറയുമ്പോൾ നമ്മളുടെ അന്ധകാരത്തെ അല്ലെങ്കിൽ നമ്മളുടെ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്കുള്ളിലുള്ള വെളിച്ചത്തെ പുറത്തേക്ക് പ്രകാശിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് നമ്മളുടെ ഗുരു. കാരണം ഭാരതീയ സങ്കല്പം അനുസരിച്ച് എല്ലാവരും ദൈവം തന്നെയാണ്. പക്ഷെ ആ ദൈവത്തെ സ്വയം അറിയണമെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമാണ്. ആ സഹായം നമുക്ക് നൽകുന്നതാണ് നമ്മളുടെ ഗുരു. നമ്മളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സ്വത്വത്തെ അല്ലെങ്കിൽ നമ്മളുടെ ശക്തിയെ, നമ്മളുടെ ആത്മചൈതന്യത്തെ, ഈ ബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ചൈതന്യത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഗുരു നമ്മളിൽ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഗുരുവിനുള്ള സ്ഥാനം വളരെ വലിയതാണ്, വളരെ പ്രാധാന്യമാണ്. ആ ഗുരുവിനെ പൂജിക്കുന്ന ദിവസം ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഷാഢ മാസത്തിലെ പൗർണമി. ഗുരുവിനെ ആ ദിവസം മാത്രമല്ല പൂജിക്കുന്നത്, ഗുരുവും ശിഷ്യനും തമ്മിൽ വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാണ് ഭാരതീയ സങ്കല്പം അനുസരിച്ചുള്ളത്. ഇന്നത്തെ അധ്യാപകൻ നമ്മളുടെ പൗരാണികമായ സങ്കല്പത്തിലെ ഗുരുവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതൊന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ശേഖരിക്കുകയും ശേഖരിച്ച വിവരങ്ങളെ വിശകലനം ചെയ്യുകയും വിശകലനം ചെയ്യുന്ന വിവരങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്നത്. എന്നാൽ ഗുരു അങ്ങനെയല്ല. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗുരു സ്വയമായി തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ തൻ്റെ സ്വന്തം തപസ്സുകൊണ്ട് ഉണർത്തുകയും ആ തപസ്സിൽ കൂടി തനിക്ക് നേരിൽ അനുഭവമുള്ളതായ ആ ജ്ഞാനത്തെ തൻ്റെ അനുഭവത്തെ നമ്മളിലേക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. അനുഭവത്തെയാണ് നമുക്ക് പകർന്നു തരുന്നത്. അത് നമ്മളെ പഠിപ്പിക്കുകയല്ല, നമ്മളിലേക്ക് പകർന്നു തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗുരുവിൽ വളരെ കൂടുതൽ പ്രാധാന്യം കാണുന്നു. ആ ഗുരു പരമ്പരയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ആധ്യാത്മിക ചൈതന്യത്തിന്, ഭാരതം മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത്, ഭാരതം ആധ്യാത്മികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ് ആധ്യാത്മികത? ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ സ്വയം അറിയാനുള്ള നമ്മളുടെ പരിശ്രമമാണ്. അതോടൊപ്പം തന്നെ ആ ശക്തിയെ അറിയുന്നതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുള്ള ഭൗതികമായ ധാരാളം സംഭവങ്ങളെയും അറിവുകളെയും ശേഖരിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതും നമ്മളുടെ രീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമുത്കർഷ നിശ്രയ സസ്യൈക മുഗ്രം എന്ന് സംഘത്തിന്റെ പ്രാർത്ഥനയിൽ ഒരു വരിയുണ്ട്. ആ സമുത്കർഷം എന്ന് പറയുന്നത് ഭൗതികമായ നേട്ടങ്ങളാണ്. ആ ഭൗതിക നേട്ടം എന്ന് പറയുമ്പോൾ നമ്മളുടെ സാമ്പത്തിക ശക്തി, നമ്മളുടെ സാങ്കേതിക മികവ്, അതേപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രത്തിന്റെ ഐക്യം, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മളുടെ സമുത്കർഷത്തിൽ അല്ലെങ്കിൽ ഉത്കർഷത്തിൽ ഉണ്ടാകുന്നതാണ്. അവയെല്ലാം തന്നെ ബാഹ്യമായ നേട്ടങ്ങളാണ്. എന്നാൽ ആ സമുത്കർഷം നേടുന്നതോടൊപ്പം തന്നെ നമുക്ക് വളരെ കാര്യമായി നാം നേടേണ്ടതാണ് നിശ്രേയസ് എന്ന് പറയുന്ന ശക്തി. നിശ്രേയസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്, അല്ലെങ്കിൽ വികസനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മചൈതന്യത്തിന്റെ വികാസം ആണ് ശ്രേയസ്സിനെ നാം പ്രയോഗിക്കുന്നത്. ആ ശ്രേയസ്സും അതേപോലെ തന്നെ ഉത്കർഷവും ചേരുമ്പോഴാണ് യഥാർത്ഥമായ പുരോഗതി എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വൈഭവം എന്ന് നമ്മൾ പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് ഈ ഉത്കർഷം ഇല്ലാതെ ശ്രേയസ് മാത്രം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രേയസ് മാത്രം ഉണ്ടായി ഉത്കർഷം ഇല്ലാതെ ആയതുകൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ട് കാര്യം കൂടി ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നിലേക്ക് നടക്കാൻ കഴിയൂ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിൽ ഒക്കെ തന്നെ ഉള്ള സംഭവം. അവിടെ ഉത്കർഷവും വേണം, അതോടൊപ്പം തന്നെ ശ്രേയസ്സും വേണം. എന്നാൽ പലപ്പോഴും മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ അവരേറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ഉത്കർഷത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വേവലാതിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രേയസ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് നമ്മൾ പറയുമ്പം ധർമാധിഷ്ഠിതമായ ജീവിത രീതി എന്ന് നമ്മൾ പറയും. സാമ്പത്തിക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമാജത്തിന്റെ സൃഷ്ടിയും അതേപോലെ തന്നെ ആത്മീയ കേന്ദ്രീകൃതമായിട്ടുള്ള ധർമ്മ കേന്ദ്രീകൃതമായിട്ടുള്ള സമാജ ജീവിതവും വ്യത്യസ്ത മേഖലകളാണ്. ധർമ്മ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തികം കൂടി വരുമ്പോൾ ആ സമ്പത്തിനെ തൻ്റെ സഹജീവികൾക്കും അതേപോലെ തന്നെ തൻ്റെ സഹോദരങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കണം, അത് എൻ്റേത് സ്വന്തമല്ല എന്ന ബോധമാണ് ശ്രേയസ് വർദ്ധിക്കുമ്പോൾ ആ ഉത്കർഷം ഉപയോഗിക്കുന്ന നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഉത്കർഷം മാത്രം ഉണ്ടാകുകയും ശ്രേയസ് ഇല്ലാതെ വരുമ്പോൾ ചെയ്യുമ്പോൾ നമ്മളിലുണ്ടാകുന്നത് മറ്റുള്ളവന്റെ കൂടി സാമ്പത്തിക ശേഷിയെ എങ്ങനെ ചൂഷണം ചെയ്യാം, തൻ്റേതാക്കി മാറ്റാം എന്നുള്ള ഒരു ബോധമാണ്. അത് കൂടുതൽ കൂടുതൽ മറ്റ് ഉള്ള ആളുകളുടെ നന്മകളെ നമ്മളിലേക്ക് പിടിച്ചെടുക്കാനും അതായത് അവരുടെ സ്വത്തുകൾ നമ്മളുടേതാക്കി മാറ്റാനും കൂടുതൽ കൂടുതൽ ധനം ആർജിക്കാനും ഒക്കെയുള്ള ഒരു പ്രവണത മാത്രമാണ് ഉണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് നിശ്രേയസ് ഉള്ള ഒരാൾക്ക് താൻ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് എൻ്റേത് മാത്രമായിട്ടല്ല, അത് മറ്റുള്ളവരുടേത് കൂടിയാണ്. പക്ഷെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. പക്ഷെ ആ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത എൻ്റെ സഹോദരൻ, ഇത്ര ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ഇത്ര ശാരീരിക ശേഷിയില്ലാത്ത എൻ്റെ സഹോദരന്മാരുണ്ട്. അതേപോലെ തന്നെ ഈ ഇന്ന് ലോകത്തിൽ കാണുന്ന ധാരാളം മറ്റ് ജീവവർഗങ്ങളുണ്ട്. ഇവയൊക്കെ തന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് ഞാൻ. ആ ഒരു ബാധ്യതയാണ് എൻ്റെ ബുദ്ധിയുടെ വികാസം. ആ വികാസത്തിന് കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ഉണ്ടാകുന്നതെന്നും അത് എനിക്ക് നൽകുന്നത് എൻ്റെ ആത്മചൈതന്യമാണ് എന്ന ബോധത്തോടു കൂടി ഈ എനിക്ക് വേണ്ടത് മാത്രം ഞാൻ എടുക്കുക. അതിനെയാണ് നമ്മൾ അപരിഗ്രഹം എന്നൊക്കെ പറയുന്നത്. എനിക്ക് എത്ര വേണോ അത് മാത്രമാണ് ഞാൻ സ്വീകരിക്കുന്നത്, ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതായിരുന്നു നമ്മളുടെ യജ്ഞ സംസ്കാരമൊക്കെ. സഹയജ്ഞ പ്രജാ സൃഷ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ഗീതയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കാനുള്ള സമയമല്ല, നമുക്ക് ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ മാക്സിമം. അതുകൊണ്ട് ആ ഗീതാ ശ്ലോകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട എന്ന് പറഞ്ഞിട്ടുള്ള പുരോവാച പ്രജാപതി, ഞാൻ നിങ്ങളെ യജ്ഞത്തോടു കൂടിയാണ് സൃഷ്ടിക്കുന്നത്. ഈ യജ്ഞം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയും. കാരണം അതിനുള്ള ബുദ്ധിശക്തി നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതായ കാര്യം നിങ്ങൾ മാത്രം ഉപയോഗിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അനർത്ഥം ഉണ്ടാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്നതായ എല്ലാവിധ എല്ലാവിധ സമൃദ്ധിയെയും മറ്റുള്ളവരെ വളർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇതാണ് ഭാരതത്തിന്റെ സങ്കല്പം. അതുകൊണ്ടാണ് ഭാരതം ഒരു രാജ്യത്തെയും വെട്ടിപ്പിടിക്കാൻ പോകാഞ്ഞത്. ഭാരതം മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ലോകരാജ്യങ്ങളിലെ പലരും ഭാരതത്തിലേക്ക് അഭയം തേടി വന്നപ്പോൾ അവർക്കൊക്കെ അഭയം കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷെ ഒരു രാജ്യത്തെ പോലും നമ്മൾ വെട്ടിപ്പിടിക്കാൻ പോയില്ല. അപ്പൊ അതിന് കാരണം ഇതാണ്. കാരണം മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുകയും അവരെ വളർത്തുകയും അവരെ പരിപാലിക്കുകയും ചെയ്യേണ്ട ചുമതലയാണ് എന്നിൽ നിന്നുള്ള നമ്മളുടെ ബോധം. ഇതാണ് നമ്മളുടെ ആത്മചൈതന്യം. ഇതാണ് നമ്മളുടെ ഗുരു നമ്മളിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഈ ഒരു ബോധമാണ് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ലോകത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള സൈദ്ധാന്തികമായ മേഖലകളിൽ ഒന്ന് മുതലാളിത്ത സങ്കല്പമാണ്.
ക്യാപിറ്റലിസം. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സങ്കല്പമായിരുന്നു. എല്ലാം തുല്യമായി വീതിക്കുക. പക്ഷേ ഈ തുല്യമായി വീതിക്കുന്ന സങ്കല്പം മനസ്സിന്റെ വളർച്ചയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഒരു സങ്കല്പമല്ല. അതൊരു റെവല്യൂഷനാണ്. റെവല്യൂഷനും എവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് ആ ഉരുത്തിരിഞ്ഞു വരുന്നതിനെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നതിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഗുരു നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്, എവല്യൂഷനാണ്. അതിന്റെ ഒരു ചൈതന്യം നമ്മളിൽ സ്ഫുരിപ്പിക്കുക മാത്രമാണ് ഗുരു ചെയ്യുന്നത്. പിന്നീട് അത് വളർത്തിയെടുക്കുന്നത് നമ്മളാണ്, സ്വയം തന്നെയാണ്. എന്നാൽ റെവല്യൂഷൻ അങ്ങനെയല്ല. റെവല്യൂഷൻ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള സമ്മർദ്ദം ഉപയോഗിച്ച് മറ്റുള്ളവരെ പിടിച്ചെടുക്കുകയും അത് മറ്റുള്ളവർക്കായി ഭാഗിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിലൊരു വലിയ വൈരുദ്ധ്യമുള്ളത്, പിടിച്ചെടുത്ത് അതിന്റെ അധിപനായി കഴിഞ്ഞാൽ പിന്നീട് അത് വിഭജിച്ചു കൊടുക്കാൻ ആർക്കും മനസ്സ് വരികയില്ല. കാരണം അതിന്റെ സുഖത്തിൽ അവരാറാടിപ്പോകും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇന്ന് തകർന്നു പോയത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ സംഘം എത്ര അവഗണിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നിട്ടും ഇന്ന് ലോകം മുഴുവൻ സംഘത്തിനെ നോക്കുന്നത് വലിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമില്ല. എന്താ കാര്യം? കാരണം നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ സംഘത്തിന്റെ ആ ചൈതന്യത്തെ, ഭാരതത്തിന്റെ ആത്മചൈതന്യത്തെ ഒന്നോ രണ്ടോ ആളുകളിൽ വളർത്തുകയാണ്. അതിനെയാണ് സ്വയം സേവകത്വം എന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യത്വത്തെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർന്നു വന്ന ആളുകൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അത് പ്രകാശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകാശിപ്പിച്ച് അവരെല്ലാം തന്നെ അവർ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. ആ പ്രവർത്തനത്തിൽ കൂടി തന്നെ പോലെ തന്നെ ഉള്ള സ്വയം സേവകരെ വളർത്തിയെടുക്കും. അങ്ങനെ അത് നാട്ടിലും ലോകത്തിലും മൊത്തം ഇന്ന് വ്യാപിക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഇവല്യൂഷനാണ് ഉണ്ടായത്. ഒരു ആലും പൊട്ടി മുളയ്ക്കുന്നത് പോലെ. അവിടെ റെവല്യൂഷൻ ഉണ്ടായില്ല. റെവല്യൂഷൻ പെട്ടെന്ന് ഉണ്ടാകുന്ന, അത് കമ്മ്യൂണിസത്തിനൊക്കെ റെവല്യൂഷനാണ് ഉണ്ടായത്. പക്ഷെ ഈ ഒരു എവല്യൂഷനിൽ കൂടി അല്ലെങ്കിൽ വികാസത്തിൽ കൂടി ഇന്ന് ലോകത്ത് മുഴുവൻ തന്നെയും നമുക്ക് സംഘത്തിന്റെ ശക്തിയെ കാണാൻ കഴിയും. അതിന് നമ്മളുടെ ഗുരു എന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയല്ല. കാരണം വ്യക്തിയെ എന്തുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചില്ല? ഗുണമുള്ള വ്യക്തിയായിരുന്നു പൂജനീയ ഡോക്ടർജി, ശിവാജി, ഹനുമാൻ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് നിർത്താമായിരുന്നു. പക്ഷെ അവയെല്ലാം തന്നെ നൈമിഷികമാണ്, അല്ലെങ്കിൽ അതിനൊരു കാലപരിധിയുണ്ട്. ഈ കാലപരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന, സ്വയം ആർജിച്ചെടുത്ത അല്ലെങ്കിൽ സ്വയം അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ആദർശത്തെയാണ് നമ്മൾ ഗുരുവാക്കിയത്. ആ ആദർശമാണ് നമ്മളുടെ പരംപവിത്ര ഭഗവദ്ധ്വജം. ഭഗവദ്ധ്വജം എന്ന് പറയുന്നത് ഭഗവ, നമ്മളുടെ കാവി. കാവി എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നു? കാവി നമ്മളുടെ മണ്ണിന്റെ നിറമാണ്. ആ നമ്മളുടെ സന്യാസിമാര് കാവി ഉടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ കടയിൽ നിന്ന് വാങ്ങി നല്ല കളർ മുക്കിയ സാധനമല്ല ഉടുത്തിരുന്നത്. അവര് പൂങ്കാവി വാങ്ങി കൊണ്ടുവന്ന് അത് കലക്കി അതിൽ മുക്കുന്ന തുണിയാണ് കാവി വസ്ത്രമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ആ കാവിയെ സംബന്ധിച്ചിടത്തോളം അത് ത്യാഗത്തിന്റെയും അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെയും പ്രതിനിധാനമാണ്. സ്നേഹത്തെയും ത്യാഗത്തെയും ഒരേപോലെ, ത്യാഗം എന്ന് പറഞ്ഞത് തനിക്ക് ഉള്ളതിൽ നിന്ന് മറ്റുള്ളവന് കൂടി പങ്ക് ചെയ്യാനുള്ള ബോധ്യമാണ്, അല്ലെങ്കിൽ അതിനുള്ള സങ്കല്പമാണ്. അങ്ങനെ നമ്മൾ ആ കാര്യം പങ്കു ചെയ്യുന്നു. ആ ഒരു ഭഗവത് നിറം അത് നമുക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നു. നമുക്കറിയാം ഉദയസൂര്യനെയും അഗ്നിയെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നു. അപ്പൊ അതെല്ലാം നമ്മളെ മുന്നിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. പരംപവിത്ര ഭഗവദ്ധ്വജത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രൂപവും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതിനിധാനം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുക. അതിലെ ഒരു ഭാഗം ഉത്കർഷത്തിന്റെയും അല്ലെങ്കിൽ ഭൗതിക പുരോഗതിയുടെയും, മറ്റൊന്ന് ആധ്യാത്മിക പുരോഗതിയുടേതുമാണ്. അത് പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന സമുത്കർഷ നിശ്രയ സസ്യൈകം ഉഗ്രം എന്ന വരിയാണ്. അപ്പോൾ സമുത്കർഷത്തിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക പുരോഗതി, ഇതാണ് ഭാരതം എന്നും സങ്കല്പിച്ചിട്ടുള്ളത്. ആ സങ്കല്പം ലോകത്ത് മുഴുവൻ തന്നെയും കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത്
ലോകത്തിന് മുഴുവൻ തന്നെ ലോകത്തെ ആകർഷിക്കണമെങ്കിൽ ശക്തമായ ഒരു ഭാരതം വളർന്നു വരണം. ആ ഭാരതത്തെ വളർത്താനാണ് പൂജനീയ ഡോക്ടർ ജി 1925 സംഘം തുടങ്ങിയത്. 1928 ആഷാഢ പൗർണമിയിൽ നമ്മളുടെ ഗുരുപൂജ, ആദ്യത്തെ ഗുരുപൂജ നമ്മൾ തുടങ്ങി. ഇന്ന് വരെ നമ്മൾ അത് അനുവർത്തിച്ചു വരുന്നു. അന്ന് അത് നാഗപ്പൂരിലെ മോഹിതേവാഡയിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് ലണ്ടനിലും അതേപോലെ തന്നെ USA-യിലും അതേപോലെ തന്നെ UAE-യിലും എന്തിനധികം എല്ലാ ലോക രാജ്യങ്ങളിലും ഇന്ന് ഇത് ആഘോഷിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പ്രേരണയായിട്ടുള്ള പൂജനീയ ഡോക്ടർ ജി നമുക്ക് ഉള്ളിലേക്ക് തന്നിട്ടുള്ള ഈ ചൈതന്യത്തെ നമുക്ക് പ്രണമിക്കാം. ഭാരതത്തിന്റെ ഈ മഹത്തായ ശക്തി നമുക്ക് ലോകത്ത് മുഴുവൻ തന്നെ പടർത്താൻ കഴിയണം. വളരെ സുശക്തമായ ഒരു ഭാരതവും സമാധാനപൂർണമായ ഒരു ലോകവും ആണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് കഴിയുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.